ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞായറാഴ്ചക്കത്തെ കുറച്ച് വിശേഷങ്ങൾ ആണ് കേട്ടോ. രാവിലെ നേരത്തെ എണീറ്റ് അടുക്കളയ്ക്ക് വന്ന് ചായയും കടി ഉണ്ടാക്കി എന്ന് പറയുന്നല്ല നിങ്ങൾ വിചാരിച്ചിരിക്കണേ. എന്നാൽ അങ്ങനെയല്ല, നേരത്തെ എണീറ്റൊക്കെ ചെയ്തേക്കണേ. പക്ഷെ അടുക്കളയ്ക്ക് വന്നപ്പോൾ തന്നെ നേരെ 8 മണി കഴിഞ്ഞിരിക്കണേ. കാരണം എന്താ, ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് തന്നെ ഒരു മടി അടുക്കളയ്ക്കൊന്നും വരാൻ. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉണ്ടാവും കേട്ടോ നല്ലത്. എന്നാൽ നേരത്തിനും കാലത്തിനൊക്കെ പണി തീരും. സ്കൂളില്ല എന്ന് വിചാരിച്ച് അങ്ങനെ അഴിഞ്ഞ് നിൽക്കൂട്ടാ. ചിലപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. നിങ്ങളെല്ലാവരും അങ്ങനെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നൂലപ്പാണെന്ന് നമ്മളിവിടെ ഉണ്ടാക്കണത് കേട്ടോ. എന്നാൽ അതാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ. ഒരു 2 ട്രിപ്പായാൽ സംഗതി കഴിഞ്ഞല്ലോ. പൊടിയൊക്കെ എടുത്ത് കുഴച്ച് വെക്കുമ്പോൾ കുറച്ച് ഏറിയിക്കണം കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഞായറാഴ്ച അല്ലേ, അവിടെ ചുട്ടാച്ചാൽ കുട്ടികളെ അടുത്ത് തിന്നോളും വിചാരിച്ചു. പിന്നെ പൊടിയൊന്നും എടുത്തേക്കാൻ നിന്നില്ല, അത് മുഴുവനാണ് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ നേരം വൈകി പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ തീരാനും നല്ല വൈകും കേട്ടോ. ഇന്ന് വീഡിയോ എടുക്കാനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നൂലപ്പത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുക്കളയ്ക്ക് വന്നപ്പോഴാണ് തോന്നിയത്, അന്നിപ്പോൾ ഏതായാലും മടി പിടിച്ച ദിവസമല്ലേ, ഇന്നെ തന്നെ എനിക്കൊന്ന് ഉഷാറാക്കാൻ വേണ്ടി എന്നാൽ വീഡിയോ എടുക്കാമെന്ന്. ആ വീഡിയോക്ക് വേണ്ടിയിട്ടെങ്കിലും കുറച്ച് പണികൾ എടുക്കുമല്ലോ എന്ന് എത്തിയിട്ട് അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ അതാ നൂലപ്പം ഇതിലേക്ക് ആക്കിക്കാണ്ട് അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ ഞാൻ നൂലപ്പം ചുടുന്നത്. നൂലപ്പത്തിന് വെച്ചിട്ട് പ്രത്യേകിച്ച് പാത്രമൊന്നും എനിക്കിവിടെ ഇല്ല. അപ്പോൾ നൂലപ്പം ഇഡ്ഡലി ചെമ്പിലാണ് ചുട്ടെടുക്കണത്. ആദ്യമൊക്കെ നൂലപ്പം ഉണ്ടാക്കിയാൽ ഭയങ്കര ഈസിയാണ് കേട്ടോ. ആ നൂലപ്പം ഉണ്ടാക്കിയാൽ പിന്നെ അതിക്ക് കറിയൊന്നും വേണ്ട, ഒന്നെങ്കിൽ തേങ്ങ ചിരവിട്ട് കണ്ടോ, അതല്ല ചിങ്ങി തേങ്ങാപ്പാൽ ഉണ്ടാക്കിക്കാണ്ടൊക്കെ കുട്ടികൾ തിന്നിട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അതൊന്നും പറ്റില്ല. അപ്പോൾ കുട്ടികൾക്ക് കറി തന്നെ വേണം. പക്ഷേ എനിക്കിപ്പോഴും ഇഷ്ടം തേങ്ങ ചിരവിട്ട് കാണാൻ തിന്നണതാണ്. അപ്പോൾ ഞാൻ തേങ്ങ ചിരവിട്ട് തന്നെയാണ് കൂടുതലും തിന്നല്. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് കറി വേണമെന്ന് പറഞ്ഞപ്പോൾ പട്ടാണി കടല കൊണ്ട് കറി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ തേങ്ങ ചിരവിട്ട് കണ്ട ഞാൻ തിന്നല്. ഇന്നിപ്പോൾ കറി ഉണ്ടായപ്പോൾ തന്നെ കറി കൂട്ടിക്കണ്ടനെ ആയിക്കോട്ടെ വിചാരിച്ച് അങ്ങനെ ഞാനും ചായ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിക്കാണ്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിച്ചുകൊണ്ടോ എത്തപ്പോൾ ഈ ചക്കപ്പാട് ഇവിടെ നിരന്ന് കിടക്കണമെന്നല്ലേ. ഇത് ഞങ്ങൾ അയൽവാസിൻ്റെ മിറ്റാണ് കേട്ടോ. അവിടുന്ന് ചക്ക ഇട്ടുകൊണ്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ തലേന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. ഇന്നത്തെ വീഡിയോ അല്ല, തലേന്ന് വൈകുന്നേരം കൊണ്ടുവന്ന് വെച്ചിരുന്നു. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഈ ചക്കമ്മൽ നമ്മൾ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ എവിടുന്ന ചക്ക എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടി കാണിച്ചു തന്നാണേ. അപ്പോൾ ഇനി മിറ്റടിച്ച് വെച്ചിട്ട് നിൽക്കേനു കേട്ടോ. ചായ കുടിച്ചതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഒന്ന് മിറ്റടിച്ച് തരാനൊക്കെ ഒരുങ്ങുന്നുണ്ട്. അപ്പം ഞാൻ ചൂലായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ചൂല് വാങ്ങിക്കാണ്ട് പോകാൻ മുന്നിൽ അടിച്ച് തരൽ തുടങ്ങിയിരിക്കണം കേട്ടോ. ഓനായിട്ട് ഇപ്പോൾ അടിച്ച് തരിക ശരിയാവില്ല. അപ്പോൾ ഇവിടെ അതാ കുട്ടികൾ ഊഞ്ഞാലടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓലെടുത്തേക്കും എല്ലാം ഓനാണ് നീക്കിക്കാണ്ട് വേണം എനിക്ക് മിറ്റടിച്ച് തരാൻ. അപ്പോൾ ഓലോട് ആട്ടി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഓനാട്ടി കൊടുത്തുകൊണ്ട് നിൽക്കണം. അപ്പോഴത്തേന് എനിക്ക് വേഗം പോയി മിറ്റടിച്ച് തരാമല്ലോ എന്ന് കരുതിക്കാണ്ട് ഞാൻ മിറ്റടിച്ച് തരാനായിട്ട് നിന്നിക്കണേ. ഇന്നിപ്പോൾ ഞാൻ മിറ്റടിച്ച് തരുന്ന സമയം എന്ന് പറയണത് നേരെ 9:30 മണി കേട്ടോ. രാവിലെ 9:30 മണിക്കൊന്നും ഞാൻ മിറ്റം തന്നെ അടിച്ചു തരില്ല. അടിച്ചു തരിട്ടില്ലെങ്കിൽ ആ ഭാഗത്തേക്ക് തന്നെ പോവലുമില്ല. മിറ്റടിച്ച് തരിക്കണ്ട തന്നെ വേഗം ചെന്ന് വേഗം ഓടിച്ചാടി മിറ്റടിച്ചേരി വേഗം ഒത്തുക്ക് വന്നിട്ടൊന്നുമില്ല കേട്ടോ. മിറ്റടിച്ച് തരിയപ്പോൾ ഇളച്ചിയാളൊക്കെ കണ്ടു. അപ്പോൾ അങ്ങനെ വർത്താനം പറഞ്ഞു. അങ്ങനെ ആ മിറ്റടിച്ചേരലും കഴിഞ്ഞപ്പോൾ നേരം 10:30 മണിയായിക്കണേ. അത് കഴിഞ്ഞ് കണ്ട് വേഗം തിരുമ്പാളാക്കാണ് മെഷീൻക്ക് ഇട്ടേക്കണമെന്ന്. അതവിടെ കിടന്നാണ് തിരുമ്പലായിക്കോട്ടെ വിചാരിച്ചാണ്ട് പിന്നെ അതും കഴിഞ്ഞ് വന്നിക്കാണ്ട് പിന്നെയും കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാ. ഈ ഞായറാഴ്ച ആയാൽ ഇരിക്കൽ തീരെ തന്നെ അല്ല കേട്ടോ. അങ്ങനെ ഇരുന്നു കൊണ്ട് അങ്ങനെ സമയം കഴിച്ചു. കാരണം കുട്ടികൾ വരെയുള്ള ദിവസമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തുടക്കലൊന്നും കഴിച്ചിട്ട് കാര്യമില്ലല്ലോ, പിന്നെയും ചളിയാവും. അപ്പോൾ ആക്കം പോലെ തുടക്കാമെന്ന് വിചാരിച്ച് അന്നത്തെ ദിവസം വെറും മടിച്ച ദിവസമാണ് കേട്ടോ. നമ്മളീ പറച്ചിലിൻ്റെ അടിയിൽ കൂടെ ഞാൻ പോയിക്കാണ്ട് പിന്നെ ചോറ് വെച്ച് ഊറ്റിക്കണേ. ചിക്കൻ കായം വരട്ടി വെക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോൾ കൊടുന്നിട്ടുള്ളൂ. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നേരം 12 മണിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. കാരണം കൂട്ടാനൊന്നും ഇല്ലേനു. അപ്പോൾ കൂട്ടാനൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ചിക്കൻ കൊണ്ടുവന്ന് വന്നപ്പോൾ അത് വേഗം പൊരിച്ചാന്ന് വിചാരിച്ചു. പരിപ്പുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ പരിപ്പും കറിയും വെക്കാമെന്ന് വിചാരിച്ചിട്ട് പരിപ്പും കറിയും വെച്ചേക്കണു, ചിക്കൻ പൊരിച്ചും ചെയ്തേക്കണു. ഇതാണ് ഞായറാഴ്ചക്കത്തെ കൂട്ടാൻ. കുട്ടികളുടെ ഇസ്സായതുകൊണ്ട് തന്നെ എത്തും കൂട്ടാൻ ഉണ്ടാക്കാതെക്കാനും വെച്ചല്ലോ. ഓൾക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അപ്പോൾ ഓലുള്ള ഇസ്സാണെന്ന് പറഞ്ഞപ്പോൾ ചിക്കൻ കൊടുന്നപ്പോൾ വേഗം അത് പൊരിച്ചെടുത്ത് വെച്ചിക്കണം. ഇനി ഓൾക്ക് ഇഷ്ടമാണെന്ന് തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിക്കാണ്ട് അത് പൊരിച്ചുകാണ്ട് എടുത്ത് വെച്ചിക്കണേ. അതിൻ്റെ അടിയിൽ കൂടെ മഴ ഒന്ന് പാറ്റിക്കണേ. അപ്പോൾ കുട്ടികളെല്ലാവരും പാടെ ഔത്തേക്ക് വന്നിക്കണം. അല്ലെങ്കിൽ പിന്നെ മഴത്തന്നെ ആയിക്കാരം. എന്നപ്പോൾ എല്ലാവരും പാടെ ഔത്തേക്ക് വണ്ടി വന്നിക്കണേ. പിന്നെ ഇനിയിപ്പോൾ തുടക്കാൻ നിൽക്കണേ. കൂട്ടാനും ചോറൊക്കെ ആയതേക്കണേ തുടക്കാൻ നിന്നിക്കണേ. അപ്പോൾ അടിച്ചു തരാത്ത തുടക്കലാണ്. ഇന്ന് ഫുള്ള് മടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്ന് രാവിലെ തന്നെ മടിയാണ്. ഇങ്ങനത്തെ ഒരു മടി പിടിച്ച ദിവസം ഇനി ഉണ്ടായിക്കണോ ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ടാവും കേട്ടോ. കാരണം ഞാൻ തന്നെയല്ലേ, ചിലപ്പോൾ എനിക്ക് ഇങ്ങനത്തെ മടിയൊക്കെ ഉണ്ടാകലുണ്ട്. അപ്പോൾ ഇന്ന് അടിച്ചു തരാത്ത തുടക്കലാണ്. പെട്ടെന്ന് തന്നെ വേഗം അടിച്ചു തരാത്ത തുടക്കൽ പണിയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വിചാരിച്ചു ഇത് ഈസിയാണ് വിചാരിച്ചിട്ടാണ് വേഗം അടിച്ചു തരാതെ തുടക്കാൻ നിൽക്കണേ.
തുടക്കലും കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഔത്തേക്ക് പോയാൽ പിന്നെ ഈ ചക്കമ്മ പണിയെടുക്കാനൊക്കെ ഭയങ്കര മടിയേക്കാരം. അപ്പോൾ വൈകുന്നേരത്തിന് ചക്ക കടറക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ചായക്ക്. അപ്പോൾ എന്നാൽ കുളിച്ചാൻ പോണീൻ്റെ അടുക്കാൻ ഏതൊന്ന് അരിഞ്ഞ് കുക്കറിലിട്ട് വെച്ചാൽ പിന്നെ വൈകുന്നേരം ഒന്ന് കടർത്താൽ മതിയല്ലോ. അപ്പോൾ വേഗം ചക്കപ്പണിക്ക് നിന്നിക്കണേ. ചക്ക കൂട്ടാൻ ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ടോ കുട്ടികൾക്കൊക്കെ. അപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞൊന്നായിക്കോട്ടെ വൈകുന്നേരത്തിന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ്ട് 10 മണിക്ക് കൂട്ടാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അന്ന് ഫുള്ള് മടിയുള്ള ദിവസമായതുകൊണ്ട് തന്നെ അയിമക്കൊന്നും പോയി നോക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ വൈകുന്നേരത്തിന് ചക്കക്കൂട്ടാൻ കടറക്കാന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ പറഞ്ഞാൽ അന്ന് അതായിക്കോട്ടെ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാട്ടോ ചക്കക്കൂട്ടാൻ. അപ്പോൾ അതൊക്കെ അരിഞ്ഞുണ്ടാക്കി കുക്കറിലൊക്കെ ഇട്ട് ഔത്തേക്ക് കയറി കുളിച്ചാനും നിസ്കരിച്ചാനൊക്കെ നിന്നപ്പോൾ തന്നെ നേരെ 2:30 മണി കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇന്നത്തെ ദിവസം എങ്ങനെ പോയതെന്ന് എനിക്ക് തന്നെ അറിയില്ല. വെറുതെ ഇരുന്നും കുത്തർന്നും അങ്ങനെ നേരം കഴിച്ചു. അപ്പം നമ്മൾ ഇന്നത്തെ പണി ഇവിടെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ചക്കക്കൂട്ടാനും ഉണ്ടാക്കി വെച്ചിക്കാണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ചോറുന്നലും കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്നു. കുറച്ച് നേരം തന്നെ ഇരുന്നിട്ടുള്ളൂ. തോനെ നേരം ഒന്നും ഇരിക്കാൻ കുട്ടികളുള്ള ദിവസമല്ലേ, തോനെ നേരം ഇരിക്കാൻ എന്തായാലും സമ്മതിക്കൂല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിക്കാണ്ട് കുട്ടികൾക്ക് ചക്കക്കൂട്ടാൻ കടർക്കാൻ വേണ്ടിയിട്ട് വന്നിക്കണു. ഓൽക്ക് ചക്കക്കൂട്ടാനൊക്കെ കടർത്ത് ഓൽക്ക് ചായ കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഒന്ന് ചോറുന്നാൻ വൈകിയതുകൊണ്ട് തന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ചക്കക്കൂട്ടാനും കട്ടൻ ചായയും കുടിച്ചത്. ചിക്കൻ കറി ഉണ്ടായിരുന്നു, അത് കുറച്ച് വാർന്നുകാണ്ട് തലേന്നത്തെ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചക്കക്കൂട്ടാൻ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക്